ഹായ് ഹലോ, ഇന്നൊരു ബ്ലാക്ക് ഐ ബീൻസ് കറിയാണ് തയ്യാറാക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അതിനായിട്ട് 1 കപ്പ് പയറാണ് എടുത്തിരിക്കുന്നത്. 2 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. അതിനുശേഷം അത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇടാം. കുക്കറിലിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു പയറെടുത്ത് നോക്കി അറിയാൻ അകം വളരെ സോഫ്റ്റ് ആയിരിക്കും, അതുവരെ വേവിക്കണം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഓയിൽ ഒഴിച്ച് കൊടുത്തിരുന്നു. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു. 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഓരോ സ്പൂൺ വീതം ചേർക്കാം. അതൊന്ന് വഴറ്റിയെടുക്കണം. അത് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വലിയൊരു സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. കുറച്ച് നേരം വഴറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സവാളയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്തു. ഈ പൊടിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കാം. തക്കാളിയും ചേർത്തു. ഈ തക്കാളിയൊക്കെ ഒന്ന് ഇളക്കി അതൊന്ന് വെന്ത് നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ വെന്ത് വരുമ്പോഴേക്കും 1/4 കപ്പ് നാളികേരം ഒന്ന് ഫൈനായിട്ട് അരച്ച് വെക്കണം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. ഇത്രയും നാളികേരമാണ് എടുത്തത്. കുറച്ച് മതി, 1 കൈപ്പിടി നാളികേരം മതി. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഈ അരപ്പ് ചേർക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് ഇളക്കി അരപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒന്നിളക്കണം. ഉപ്പും ചേർത്തു ഒന്നുകൂടി ഒന്ന് ഇളക്കി അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ഇട്ട് കൊടുക്കണം. പയറും ചേർത്തു. ഇനി അതൊന്ന് ഇളക്കി അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി അതിൽ ഒഴിക്കാനുണ്ട്. ചൂടുവെള്ളമാണ്. 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കണം. ഒരു 10 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കണം. ആ പയറെല്ലാം മസാലയൊക്കെ ഒന്ന് പിടിക്കാനും കറിയൊന്ന് കുറുകി വരണമല്ലോ, അതിനായിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് തിളച്ച് കറിയൊക്കെ ഒന്ന് കുറുകി വരണം. അതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ലാസ്റ്റിൽ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തു. അതൊന്ന് ഇളക്കിയെടുക്കാം.
ഇപ്പോൾ കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കണം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ പയറുകറി റെഡിയായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.